സണ്ണി ജോസഫ് പത്രിക സമർപ്പിക്കുന്നു. അതിലേക്ക് പേരാവൂരിൽ സണ്ണി ജോസഫ് പത്രിക സമർപ്പിക്കുന്നു. ശക്തമായ മത്സരമാണ് ഇക്കുറി പേരാവൂരിൽ നടക്കുന്നത്. കഴിഞ്ഞ 2 തവണയായി തുടർച്ചയായി വിജയിച്ചു വരുന്ന സണ്ണി ജോസഫ് ഇത്തവണ പേരാവൂരിൽ ശക്തമായ മത്സരം നേരിടുകയാണ്. ഹലോ ലിൻഡോ ജോസഫ് ചേരുന്നുണ്ട്. പേരാവൂരിൽ ഇപ്പോൾ സണ്ണി ജോസഫിൻ്റെ പത്രികാ സമർപ്പണം നടക്കുകയാണ്. അവിടെ നിന്ന് ലിൻഡോ ജോസഫ് ചേരുന്നു. ലിൻഡോ, ആരൊക്കെയാണ് പ്രധാനപ്പെട്ട കോൺഗ്രസ് നേതാക്കൾ? ആരെങ്കിലും സണ്ണി ജോസഫിനൊപ്പം പത്രികാ സമർപ്പണത്തിന് എത്തിയിട്ടുണ്ടോ? എന്താണ് വിവരങ്ങൾ? അവിടെ ഈ കെ സുധാകരൻ്റെ ഇപ്പോഴത്തെ നിലപാട്, അദ്ദേഹത്തിനൊപ്പമുള്ളവരുടെ നിലപാട്, ഇതൊക്കെ പ്രതിഫലിക്കുമെന്നൊക്കെയുള്ള ചർച്ചകളും വിശകലനങ്ങളും ഒക്കെ ഉണ്ടായിരുന്നല്ലോ. അങ്ങനെ എന്തെങ്കിലും അവിടെ കാണാനുണ്ടോ? കർഷൻ അല്പസമയം മുമ്പാണ് സണ്ണി ജോസഫ് ഇരിട്ടി താലൂക്ക് ഓഫീസിലെത്തി പത്രികാ സമർപ്പണത്തിനായി എത്തിയിരിക്കുന്നത്. ഇപ്പോൾ പത്രികാ സമർപ്പണത്തിൻ്റെ നടപടിക്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. നിലവിൽ ജില്ലാ നേതാക്കളാണ് സണ്ണി ജോസഫിനോട് ഒപ്പമുള്ളത്. നമുക്കറിയാവുന്നതുപോലെ 2011 മുതൽ തുടർച്ചയായ 3 വട്ടം മണ്ഡലത്തിൽ വിജയിച്ച സ്ഥാനാർത്ഥി കൂടിയാണ് സണ്ണി ജോസഫ്. ഇതിൽ നിന്നുള്ള വളരെ പ്രത്യേകത എന്തെന്ന് വെച്ചാൽ ഇത്തവണ മത്സര രംഗത്ത് കെ ശൈലജ, CPPൻ്റെ കേന്ദ്ര കമ്മിറ്റി മെമ്പർ കൂടിയായ മുൻ മന്ത്രി കൂടിയായിട്ടുള്ള കെ ശൈലജ രംഗത്തെത്തിയതോടുകൂടിയാണ് ഈ പേരാവൂർ മണ്ഡലം ഒരു സവിശേഷമായ ഒരു മണ്ഡലമായി മാറിയിരിക്കുന്നത്. നിലവിൽ അല്പസമയം മുമ്പ് കെ ശൈലജ പത്രികാ സമർപ്പണം നടത്തി. അതിന് പുറകെയാണ് ഇപ്പോൾ സണ്ണി ജോസഫ് എത്തി പത്രിക സമർപ്പിക്കുന്നത്. നിലവിൽ രാവിലെ സണ്ണി ജോസഫ് നമ്മളുമായിട്ട് സംസാരിച്ചിരുന്നു. അദ്ദേഹം പറയുന്നത് മണ്ഡലത്തിൽ വലിയ വിജയപ്രതീക്ഷ അയാൾ പ്രതീക്ഷിക്കുന്നുണ്ട്. ഏകദേശം 10,000-ലധികം വോട്ടുകൾക്ക് മണ്ഡലത്തിൽ വിജയിക്കും എന്നാണ് അദ്ദേഹം പറയുന്നത്. ഒപ്പം സുധാകരൻ മണ്ഡലത്തിൽ പ്രചരണത്തിനടക്കമുള്ള കാര്യങ്ങളിൽ പങ്കെടുത്തുകൊണ്ട് മണ്ഡലത്തിൽ സജീവമാവുമെന്നും സണ്ണി ജോസഫ് മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നു. ഈ പറഞ്ഞതുപോലെ സുധാകരൻ ഒരു വിമത നീക്കം നടത്തിയാൽ ഏറ്റവും കൂടുതൽ ബാധിക്കാവുന്ന ഒരു മണ്ഡലമായി പേരാവൂർ മണ്ഡലം മാറിയേനെ. എന്നാൽ അത്തരത്തിലുള്ള പ്രശ്നങ്ങളൊന്നുമില്ല. UDF ഒറ്റക്കെട്ടായി ഈ തെരഞ്ഞെടുപ്പിനെ നേരിടും എന്നാണ് സണ്ണി ജോസഫ് രാവിലെ മാധ്യമങ്ങളോട് പറഞ്ഞത്. നമുക്കറിയാവുന്ന പോലെ 2011 കെ ശൈലജയോട് തന്നെ മത്സരിച്ചാണ് ആദ്യമായി സണ്ണി ജോസഫ് പേരാവൂർ മണ്ഡലത്തിൽ MLA ആയി വിജയിക്കുന്നത്. അന്ന് ഏകദേശം 3000 വോട്ടുകളുടെ മുകളിൽ ഭൂരിപക്ഷത്തോടുകൂടിയായിരുന്നു അന്ന് സണ്ണി ജോസഫ് വിജയിക്കുന്നത്. പിന്നീട് 2016 അദ്ദേഹത്തിന് ഭൂരിപക്ഷം ഇരട്ടിപ്പിക്കാനായി. ഏകദേശം 7000-ലധികം വോട്ടുകൾ നേടാൻ അദ്ദേഹത്തിന് സാധിച്ചു. പിന്നീട് 2021 വോട്ട് ഭൂരിപക്ഷം കുറഞ്ഞെങ്കിലും ഏകദേശം 3000-ന് മുകളിലുള്ള ഭൂരിപക്ഷം മാത്രമേ ലഭിച്ചുള്ളൂ. എങ്കിലും ഈ കഴിഞ്ഞ 15 വർഷമായി ഈ മണ്ഡലത്തിൽ വിജയിക്കാൻ സാധിച്ച ആത്മവിശ്വാസം സണ്ണി ജോസഫിനുണ്ട്. ഒപ്പം കാലാകാലങ്ങളായിട്ട് UDFൻ്റെ കുത്തക മണ്ഡലം എന്ന് തന്നെ അവകാശപ്പെടാവുന്ന ഈ പറയുന്ന പോലെ മലയോര മേഖലയുടെ കണ്ണൂരിലെ മലയോര മേഖലയിലെ പ്രധാനപ്പെട്ട മണ്ഡലമായ പേരാവൂരിൽ ഒരു വലിയ ഭീഷണി താൻ നേരിടുന്നില്ല എന്നുള്ളൊരു ആത്മവിശ്വാസം സണ്ണി ജോസഫിനുണ്ട്. അതേസമയം കെ ശൈലജ പറയുന്ന മറ്റൊരു തരത്തിലാണ്. അവർ പറയുന്നത് ഈ പറയുന്നത് മണ്ഡലത്തിൻ്റെ ഒരു പാറ്റേൺ അല്ല ഈ പറയുന്ന നിയമസഭാ മണ്ഡലങ്ങളിൽ നടക്കുന്നത്. പേരാവൂർ മണ്ഡലത്തിൽ വലിയ സാധ്യതയുണ്ട്. താൻ ഒരിക്കൽ വിജയിച്ച് തെളിയിച്ച ആളാണ്. അത്തരത്തിൽ LDFന് വലിയ സാധ്യതയുള്ള മണ്ഡലമാണ്. ഒപ്പം വികസന പ്രവർത്തനങ്ങളിൽ മുരടിപ്പ് ബാധിച്ച ഒരു മണ്ഡലം എന്ന പ്രത്യേകത പേരാവൂരിലുണ്ട്. അത്തരത്തിൽ ഈ പറയുന്നത് പോലെ തനിക്ക് സാധാരണ ജനങ്ങളുമായിട്ട് ബന്ധമുണ്ട്. അത്തരത്തിൽ വിജയസാധ്യത തനിക്കുമുണ്ട് എന്ന് കെ ശൈലജ അവകാശപ്പെടുന്നു. നമ്മൾ രാവിലെ കേട്ടതാണ് കെ ശൈലജയെ പറ്റി ഒരു പരിഹാസ രൂപേണ സണ്ണി ജോസഫ് സംസാരിച്ചത് ഇങ്ങനെയാണ്. ഈ താനുമായി മത്സരിച്ച് തോറ്റപ്പോഴാണ് കെ ശൈലജയ്ക്ക് കേന്ദ്ര കമ്മിറ്റി അംഗമായി അവസരം ലഭിച്ചത്. ഇത്തവണ എന്നോട് എന്തായാലും മത്സരിച്ച് തോക്കും. ആ അവസരത്തിൽ കെ ശൈലജയ്ക്ക് PB അംഗത്വം ലഭിക്കും എന്നുള്ളൊരു പരിഹാസമാണ് സണ്ണി ജോസഫ് വിവരങ്ങൾ നൽകിയത്.